ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ബിഗ് ബോസിലൂടെ കണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നോറ മുസ്കാൻ, അല്ലെ? നമുക്ക് പ്രേക്ഷകർക്ക് മിക്ക ആൾക്കാർക്കും നോറയുടെ ക്യാരക്ടറും ബിഗ് ബോസ് ഹൗസിലുള്ള ആ ഒരു ഇതൊന്നും നമുക്ക് ആർക്കും അത്ര ഇഷ്ടമല്ലായിരുന്നു. നോറയെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ നോറ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ ജിൻഡോയെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അതൊക്കെ പോട്ടെ, നമ്മൾ അത് വിട്ടതായിരുന്നു. പക്ഷെ ഇന്നലെ വീണ്ടും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായി. അതിൽ റോഹൻ എന്ന് പറയുന്ന ഒരു ആളാണ് പുള്ളിയെ, അതായത് നമ്മുടെ നോറയെ ഇന്റർവ്യൂ ചെയ്തത്. അപ്പോൾ ബിഗ് ബോസിലെ കുറെ അധികം എക്സ്പീരിയൻസുകളെ കുറിച്ചും അവിടെ കപ്പ് കിട്ടാൻ യോഗ്യതയുള്ള ആളാണോ ജിൻഡോ, അങ്ങനെ അതുപോലെ തന്നെ ടോപ്പ് 5 എത്തിയ 5 പേരും അവർ ഡിസേർവിംഗ് ആണോ, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ നോറ എടുത്ത് ചോദിച്ചു. അപ്പൊ അതിനൊക്കെ നമ്മുടെ നോറ പറഞ്ഞ കുറച്ച് മറുപടികളാണ്. ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ നന്നായിട്ട് ദേഷ്യപ്പെട്ടു. പ്രത്യേകിച്ച് ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത ഒരു ആൾ തന്നെയാണ് ഞാനും. നമുക്കറിയാം, നമ്മുടെ കേരളത്തില് ഒരു പകുതി മുക്കാലും ആൾക്കാരും ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ജിൻഡോയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് തന്നെയാണ്. അല്ലാതെ PR വർക്ക് കൊണ്ട് മാത്രമാണ് ജിൻഡോ ജയിച്ചത്. അല്ലാതെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാനുള്ള ഒരു യോഗ്യതയും ഇല്ല. അതിനു വേണ്ട ഗെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ അയാൾ ബിഗ് ബോസിൽ ചെയ്തിട്ടില്ലെന്നാണ് നമ്മുടെ നോറ മുസ്കാന്റെ വാദം. സത്യം പറഞ്ഞാൽ ഈ നോറ അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? മോങ്ങിക്കൊണ്ട് ഏത് നേരം മോങ്ങിക്കൊണ്ട് നടക്കുന്നു, ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ഒറ്റയ്ക്ക് സംസാരിക്കുന്നു, അങ്ങനെയുള്ള കുറെ പരിപാടികളാണ് നോറയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ നോറ പറയുന്നത്, ഞാൻ 91 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നുവെങ്കിൽ അത് പുറത്ത് എനിക്ക് അത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്, അത്രയും ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് അവിടെ നിർത്തിയതെന്നാണ് നോറ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല നോറയൊക്കെ അവിടെ ഈ 91 ദിവസം നിൽക്കാനുള്ള ഒരു യോഗ്യത ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതിലും ഭേദമൊക്കെ അപ്സരയൊക്കെ ആയിരുന്നു. നോറ അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയത്തില്ല, നല്ലൊരു ഗെയിം വന്നാൽ അതിൽ നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയില്ല. ഒരു കാര്യത്തിലും ഒന്നിനും കൊള്ളാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഈ നോറ എന്ന് പറയുന്നത്. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിക്ക് കപ്പ് കിട്ടാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു, ജിൻഡോ ചേട്ടനെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരിക്ക് കപ്പ് കിട്ടാനുള്ള എല്ലാ യോഗ്യത ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വയമേ അങ്ങ് ഭയങ്കരമായിട്ടിരുന്ന് അങ്ങ് തള്ളുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണണമെന്നുള്ളവർക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെയാണ് ഈ ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോ ഇട്ടിരിക്കുന്നത്. അത് നോക്കിയാൽ കാണാം. അപ്പൊ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ് സെക്ഷൻ വായിച്ചാലാണ് അടിപൊളി. നമ്മുടെ നോറയ്ക്ക് നല്ല കിട്ടില്ല മറുപടി ഒരുപാട് ആൾക്കാർ കമന്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു മറുപടി എനിക്കും കൊടുക്കണമെന്ന് തോന്നി. കാരണം ഞാനും എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്തത് പുള്ളിയുടെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ പെർഫോമൻസും ഒറ്റയ്ക്ക് നിന്നുള്ള ഗെയിമും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് തന്നെയാണ്, ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പുള്ളി സപ്പോർട്ട് ചെയ്തതും വോട്ട് ചെയ്ത് ജയിപ്പിച്ചതും. അല്ലാതെ ഈ അസൂയ കൊണ്ടാണ് ഈ നോറയൊക്കെ പറയുന്നത്. അപ്പൊ നോറ പറയുന്ന പോലെ PR വർക്ക് കൊണ്ട് മാത്രമാണ് ജിൻഡോ ചേട്ടൻ ജയിച്ചതെന്നാണ് നമ്മുടെ നോറ പറയുന്നത്. അപ്പൊ അതിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഈ PR വർക്ക് ചിലപ്പോൾ PR വർക്ക് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഒരു PR വർക്ക് കൊണ്ട് മാത്രം ഒരു ആളെ ബിഗ് ബോസ് വിജയിയാക്കാൻ ഒരു കാരണവശാലും നടക്കത്തില്ല. പുള്ളി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ 1-ാം ദിവസം മുതൽ 100 ദിവസം വരെ സത്യസന്ധമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് പൊരുതി വന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു കപ്പിന് യോഗ്യതയുള്ള വേറൊരു കണ്ടസ്റ്റൻസും ആ ഒരു ബിഗ് ബോസിൽ ഇല്ലായിരുന്നു. ജിൻഡോയ്ക്ക് മാത്രമായിരുന്നു അതിനുള്ള യോഗ്യത. അത് ജനങ്ങള് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് പുള്ളിയെ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ നോറ പറയുന്നത്, എനിക്ക് തോന്നുന്നു ജിൻഡോ ചേട്ടനെ കാട്ടി കുറച്ചുകൂടെ ഡിസേർവിംഗ് ആയിട്ടുള്ളത് അർജുൻ ആയിരുന്നു എന്ന്. അർജുൻ എന്ത് തേങ്ങ അവിടെ ചെയ്തിരിക്കുന്നത്? മരവാഴനെ കണക്ക് അവിടെ ഇവിടെയും പോയി ഈ ശ്രീധുവിന്റെ പുറകെ നടന്നു എന്നതല്ലാതെ എന്ത് കോപ്പാണ് അവിടെ ചെയ്തിരിക്കുന്നത്? എന്നിട്ട് നമ്മുടെ നോറ പറയുന്നത്, പുറത്ത് ഫാൻസ് കൂടുതൽ അർജുനാണ്. അർജുന് ഫാൻസ് ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിലും കൂടുതൽ ഫാൻസ് അർജുനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അർജുന് ഫാൻസ് കൂടുതൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുന്റെ ആ ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ഗ്ലാമർ ലുക്കും അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കണ്ടിട്ടാണ് കുറെ അധികം ആൾക്കാർ അർജുനെ സപ്പോർട്ട് ചെയ്യുന്നതും അർജുന്റെ ഫാൻസ് ആയതും. അല്ലാതെ ഒരു ഗെയിമിന്റെ രീതിയിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അർജുൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കാൻ പോലും അർജുൻ ഇതുവരെ അവിടെ സംസാരിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഷോ തുടങ്ങി 1-ാം ദിവസം മുതൽ 100 ദിവസം വരെ ഈ ഹോട്ട്സ്റ്റാറിൽ ലൈവ് കണ്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ നമുക്കറിയാലോ ആ ഒരു ഷോയില് ആരൊക്കെ എന്തൊക്കെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു അർജുനൊന്നും ടോപ്പ് 5 എത്താനുള്ള ഒരു യോഗ്യത പോലും അർജുൻ ഇല്ലായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോ ജാസ്മിൻ ഓക്കെയാണ്. കാരണം ജാസ്മിൻ ആ ഒരു ഷോയില് 1-ാം ദിവസം മുതൽ 100 ദിവസം വരെ ഓരോ കണ്ടന്റുകൾ ജാസ്മിൻ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ്, അത് നമ്മൾ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതിനെക്കാട്ടി ഒരുപാട് മുന്നിലാണ് നമ്മുടെ ജിൻഡോ. കാരണം ഒറ്റയ്ക്ക് നിന്ന്, ആരുടെയും കൂടെ കൂടാതെ ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നേരിട്ട്
അതിജീവിച്ചാണ് പുള്ളി ആ ഒരു 100 ദിവസം വരെ അവിടെ എത്തിയത്. അപ്പൊ അത് കണ്ടിട്ട് തന്നെയാണ് പുറത്ത് ഇത്രയും ജനങ്ങള് പുള്ളിയെ സപ്പോർട്ട് ചെയ്തതും പുള്ളിക്ക് വേണ്ടി വോട്ട് ചെയ്തതും. അപ്പോ നോറ പറയുന്നത് അത് ജിൻഡോ ജയിച്ചത് അത് PR വർക്ക് കൊണ്ടാണ്. ഇപ്പോ ഞാനും ബിഗ് ബോസിൽ പോയപ്പോ ഒരു PR വർക്കേഴ്സിനെ ഏൽപ്പിച്ചിട്ട് പോയിരുന്നെങ്കിൽ എനിക്കും ടോപ്പ് 5 എന്നാണ് ഈ നോറ പറയുന്നത്. അതിന് ശുദ്ധ മണ്ടത്തരന്നേ ഞാൻ പറയത്തുള്ളൂ. നോറ ഈ ഒരു 91 ദിവസം അവിടെ പിടിച്ചു നിന്നത് എനിക്ക് തോന്നുന്നു ഈ പുറത്തുള്ള ജനങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം ആയിരിക്കത്തില്ല. ഈ ബിഗ് ബോസിലുള്ള ചില അണിയറ പ്രവർത്തകർ ഒരു പക്ഷേ ഈ 91 ദിവസം വരെ അല്ലെങ്കിൽ ഇത്ര ദിവസം വരെ നിർത്തിക്കോളാം എന്നുള്ള ചിലപ്പോൾ എഗ്രിമെന്റ് ഉണ്ടായിരുന്നായിരിക്കാം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നോറയൊന്നും അവിടെ അത്രയും ദിവസം നിൽക്കാനുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് ഒച്ചയിടും, പിന്നെ മാറിയിരുന്ന് കരയുന്ന ഒരു ക്യാരക്ടറായിരുന്നു നോറയുടേത്. പക്ഷെ നോറ പറയുന്നത് ഞാനൊരു പവർഫുൾ ആയിട്ട് അവിടെ ഗെയിം കളിച്ചു, പിന്നെ കരയുന്നത് ഒരു തെറ്റാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം അങ്ങ് ഇരുന്ന് തള്ളുവാണ്. വെറുതെ എന്തിനാണ് ഇങ്ങനെ? എന്തായാലും ബിഗ് ബോസും കഴിഞ്ഞു, അതിന്റെ ഷോ അവസാനിച്ച് കപ്പും കിട്ടി, നമ്മുടെ ജിൻഡപ്പൻ ഹാപ്പിയായി. ഇനിയും വന്നിരുന്നിട്ട് ഈ പല ഇന്റർവ്യൂകളിൽ വന്നിരുത്തി ഇമാതിരി തള്ളുന്നത് എന്ത് കാര്യത്തിനാണ്? വീണ്ടും വീണ്ടും ട്രോളുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ നോറ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയൂ, അല്ലാതെ സ്വയമേ ഇരുന്ന് തള്ളുകയാണ്. എന്നിട്ട് പറയും എനിക്ക് കപ്പ് കിട്ടാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു, ജിൻഡോ ചേട്ടനെക്കാട്ടി കപ്പ് കിട്ടാനുള്ള യോഗ്യത എനിക്ക്, അതായത് നോറയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് നോറ പറയുന്നത്. അത് നോറ മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. പിന്നെ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു അതായത് ഈ ഒരു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു യൂട്യൂബ് ചാനലിന്റെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ഒരു ടാസ്ക് പോലെ നോറയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ അതില് ഈ ടോപ്പ് 5 നമ്മുടെ ജിൻഡോ, അതുപോലെ തന്നെ ഋഷി, അഭിഷേക്, ശ്രീതു, അർജുൻ, ഇവരുടെ 5 പേരുടെയും ഫോട്ടോ വെച്ചിട്ട് അതില് ഒരു സെഗ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണ്. അതിൽ ഡിസേർവിംഗ് അല്ലാത്ത 2 പേരെ ചൂസ് ചെയ്യാൻ പറയുമ്പോൾ അതിൽ ഡിസേർവിംഗ് അല്ല, അതായത് ആ ടോപ്പ് 5 എത്താൻ ഡിസേർവിംഗ് അല്ലാത്തത് ജിൻഡോയും ഋഷിയെയാണ് പറയുന്നത്. മനസ്സിലെ അസൂയയും കുശുമ്പും ഒക്കെ ഈ ഒരു ഇന്റർവ്യൂവിൽ പോയിരുന്നിട്ട് അങ്ങ് തീർക്കുകയാണ്. അതുപോലെ തന്നെ കപ്പ് കിട്ടാൻ യോഗ്യത ഉള്ള ആൾക്കാര് അർജുനും ജാസ്മിനും ആയിരുന്നെന്നാണ് നോറ പറയുന്നത്. അതുപോലെ ആ ഒരു ടോപ്പ് 5 എത്താൻ ഒട്ടും യോഗ്യത ഇല്ലാത്തത് ശ്രീതു ആണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ അഭിഷേകിന്റെ കാര്യത്തിലാണെങ്കിൽ അഭിഷേക് ഏത് നേരം ബീൻ ബാഗിൽ ഇരുന്നിട്ട് ഇരിക്കുന്ന ഒരു ഇത് മാത്രമായിരുന്നു, അല്ലാതെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല എന്നാണ് നോറ പറയുന്നത്. പക്ഷെ നമുക്ക് അറിയാം ടോപ്പ് 5 എത്തിയിരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടും യോഗ്യതയുള്ള ആൾക്കാർ തന്നെയാണ് ടോപ്പ് 5 എത്തിയിരിക്കുന്നത്. അപ്പൊ അസൂയ കൊണ്ടാണ് നമ്മുടെ നോറ ഇതൊക്കെ പറയുന്നത്. പക്ഷെ ഓരോ ഇന്റർവ്യൂവിലും പോയിരുന്ന് ഇങ്ങനെയുള്ള വിടുവായ്ത്തരങ്ങൾ പറയുമ്പോൾ ചിന്തിക്കണം, അയ്യോ ഞാൻ പറയുന്നത് നാളെ ട്രോളുകളായിട്ട് വരാമെന്ന് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ആൾക്കാർ പ്രതികരിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. അപ്പൊ എന്തായാലും നോറയുടെ ആ ഒരു വാദത്തെ നമ്മൾ എതിർക്കുകയാണ്. കാരണം വേറൊന്നുമില്ല, PR വർക്ക് കൊണ്ടാണ് ജിൻഡോ ജയിച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ നോറ പറയുന്നത്. അതിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ പകുതി മുക്കാലും ജനങ്ങൾ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു മനുഷ്യൻ ജയിച്ച് വന്നത്. അല്ലാതെ ഈ നോറ അല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാർ പറയുന്ന പോലെ ഈ PR വർക്ക് കൊണ്ട് മാത്രമല്ല. ഇപ്പോ സിജോ പറഞ്ഞിരുന്നു PR വർക്ക് ഉണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ PR വർക്കേഴ്സിന് PR കൊടുക്കണം, കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കപ്പുമായിട്ട് പുറത്തു വരാമെന്ന് സിജോയും പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ അസൂയ കൊണ്ട് പറയുന്നതാണ്. കാരണം കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടില്ല, അത് തന്നെ സംഭവം. കാരണം ഈ ഒരു ഷോ തുടങ്ങിയപ്പോൾ മുതൽ അവിടെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ, മണ്ടൻ, പൊട്ടൻ, കള്ളൻ, അങ്ങനെ എല്ലാ പദവിയും കൊടുത്തിരുന്ന ഒരാളാണ് നമ്മുടെ ജിൻഡോ. അപ്പൊ അങ്ങനെ അത്രയും മോശപ്പെട്ട ഇവരെല്ലാരും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, അതായത് ജിൻഡോ ഒരു മോശപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് കപ്പ് കിട്ടിയെന്ന് പറയുമ്പോൾ ഇവർക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതില് കുറച്ച് പേർക്കൊക്കെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരാളാണ് രതീഷ്, അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് കെ, ഇവരൊക്കെ, അതുപോലെ അൻസിബ, ഇവരൊക്കെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം അവരൊക്കെ പറയുന്നുണ്ട് 1-ാം ദിവസം വരെ മുതൽ 100 ദിവസം വരെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് പുള്ളി നേടിയെടുത്ത ഒരു വിജയം തന്നെയാണ് ആ ഒരു കപ്പ്. അതിൽ സംശയമില്ല, നമ്മളത് ജനങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. ഇനിയിപ്പോ ഇതിലുള്ള ബാക്കിയുള്ളവർ വന്നിരുന്നിട്ട് എത്ര ഇന്റർവ്യൂ കൊടുത്ത് എത്രയൊക്കെ നമ്മൾ ജിൻഡോയെ കുറ്റപ്പെടുത്താൻ നോക്കിയാലും അതൊന്നും വില പോകത്തില്ല. കാരണം ഓൾറെഡി കപ്പും കൊണ്ട് നമ്മുടെ ആള് പുറത്തേക്ക് പോകുന്നു. ഇനിയിപ്പോ ഇവളുമാരൊക്കെ എത്രയൊക്കെ ഇന്റർവ്യൂവിൽ പോയിരുന്നു ജിൻഡോയെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും അല്ലെങ്കിൽ നെഗറ്റീവ് പറയാൻ നോക്കിയാലും അതൊന്നും വില പോകത്തില്ല. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച്, അതായത് ഈ നോറയുടെ ഈ ഒരു എന്താ പറയാ ശുദ്ധ തെമ്മാടിത്തരത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ് എന്റെ ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോറയുടെ ഈ ഒരു തള്ളലുകൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ, ആ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ പോയി നോക്കുകയാണെങ്കിൽ കാണാം. അതിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് അതിന്റെ താഴെ വന്ന കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചിരി ചാകും. അമ്മാതിരി കമന്റുകളാണ്.